പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. സ്റ്റുഡൻസ്, കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് റീപ്രൊഡക്ഷൻ ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ മെയിൽ ഗാമെറ്റോഫൈറ്റിൻ്റെ ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ്. അതായത് മൈക്രോസ്പൊറോജനസിസ് എന്ന് പറയുന്നൊരു പ്രോസസ്സിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണത്. എന്താണ് മൈക്രോസ്പൊറോജനസിസ് എന്ന് പറഞ്ഞാൽ? ദ പ്രോസസ് ഓഫ് formation of microspores അല്ലെങ്കിൽ pollen grains from where the microspore mother cell within the anther of a stamen. നമ്മൾ ഡെഫിനിഷൻ ആയിട്ട് പറഞ്ഞു, the process of formation of microspores or pollen grains from the microspore mother cell within the anther of a stamen is called microsporogenesis or development of male gametophyte. അതിൻ്റെ തുടക്കം എന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു. പോളൻ ഗ്രെയിൻസ് ആണ് ആൻജിയോസ്പേംസിൻ്റെ മെയിൽ ഗാമെറ്റോഫൈറ്റ് എന്ന് പറയുന്നത്. അത് ഒരു ആന്തറിൻ്റെ സ്റ്റേമനകത്താണ് ഡെവലപ്പ് ചെയ്യുന്നത്. മാത്രമല്ല, ഒരു സ്റ്റേമൻ നമ്മൾ എടുക്കുമ്പോൾ അവിടെ മെയിനായിട്ട് 3 പാർട്സ് വരുന്നുണ്ട്. ഏതാണ്? ഒരു ബൈലോബ്ഡ് ആയിട്ടുള്ള ആന്തർ ഉണ്ട്, അതുപോലെ ഇല്ലോങ്ങേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്ക് ലൈക്ക് പോർഷൻ ആയിട്ടുള്ള ഫിലമെൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു കണക്റ്റീവ് ടിഷ്യൂ കാണപ്പെടുന്നു എന്ന് പറഞ്ഞു. അതുപോലെ ഒരു ആൻജിയോസ്പേം ആന്തർ എടുക്കുമ്പോൾ അവിടെ എത്ര മൈക്രോസ്പൊറാഞ്ചിയ കാണും? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 4 മൈക്രോസ്പൊറാഞ്ചിയ വിത്ത് 2 തീക്ക അല്ലേ. അങ്ങനെയുള്ള ആന്തറിനെ നമ്മൾ വിളിക്കുന്ന പേര് ഡൈത്തീക്കസ് ആന്തർ എന്നാണ്. സോ അങ്ങനെയുള്ള ഒരു യങ് ആന്തറിൻ്റെ ക്രോസ് സെക്ഷൻ എടുക്കുമ്പോൾ അവിടെ മാസ് ഓഫ് മെരിസ്റ്റമാറ്റിക് സെല്ലിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് ഒരു എപ്പിഡെർമിസ് കാണുന്നുണ്ട്. ദിസ് ഗ്രാജുവലി ബിക്കംസ് 4 ലോബ്ഡ് സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് ആസ് ആർക്കിസ്പോറിയൽ സെൽ, ആൻഡ് ദിസ് ആർക്കിസ്പോറിയൽ സെൽ ഡിവൈഡ്സ് പെരിക്ലൈനലി ടു ഫോം ആൻ ഔട്ടർ പരൈറ്റൽ സെൽ ആൻഡ് ഇന്നർ സ്പോറോജീനസ് സെൽ. അതുപോലെ തന്നെ ഇതിൽ പരൈറ്റൽ സെൽ, ഔട്ടർ മോസ്റ്റ് ആയിട്ട് കാണുന്ന പരൈറ്റൽ സെല്ല് ഇതാണ് ആന്തറിൻ്റെ വോൾ ലെയർ ആയിട്ട് മാറുന്നത്. മാത്രമല്ല, ഒരു ആന്തറിന് 4 വോൾ ലെയേഴ്സ് കാണുന്നുണ്ട്. ഏതൊക്കെയാണ്? എപ്പിഡെർമിസ്, എൻഡോത്തീസിയം, മിഡിൽ ലെയർ, അതുപോലെ തന്നെ പിന്നെ എന്താണ്? ടപ്പിറ്റം. അപ്പോൾ ഇതുവരെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത്. ഔട്ടർ പ്രൈമറി പരൈറ്റൽ സെൽ 2, അതായത് 2 സെൽഡ് സ്റ്റേജിലേക്ക് മാറുകയും ആ 2 സെൽഡ് സ്റ്റേജിൽ ഔട്ടർ പ്രൈമറി പരൈറ്റൽ സെൽ എന്ന് പറയുന്നത് ആന്തറിൻ്റെ വോൾ ലെയർ ആയിട്ട് മാറുന്നു. അതിൽ ഒരു ആന്തർ എടുക്കുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് 4 ലെയറായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഏതൊക്കെയാണ്? എപ്പിഡെർമിസ്, എൻഡോത്തീസിയം, മിഡിൽ ലെയർ, ടപ്പീറ്റം. മാത്രമല്ല, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ടപ്പീറ്റം ദാറ്റ് പ്രൊവൈഡ് നറിഷ്മെൻറ്റ് ടു ദ ഡെവലപ്പിംഗ് പോളൻ ഗ്രെയിൻസ്. ഓക്കെ, അപ്പോൾ ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് മൈക്രോസ്പൊറോജനസിസ് നമുക്ക് വേണ്ടത് എന്താണ്? അവസാനം നമുക്ക് മെയിൽ ഗാമീറ്റ്സ് ഡെവലപ്പ് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. മൈക്രോസ്പോർസ് ഓർ പോളൻ ഗ്രെയിൻസ്. അതിൽ പോളൻ ഗ്രെയിൻസ് ആണ് മെയിൽ ഗാമീറ്റോഫൈറ്റ്, മെയിൽ ഗാമീറ്റ് ബിയറിംഗ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു. സോ അൾട്ടിമേറ്റ്ലി നമുക്ക് അവസാനം എന്ത് കിട്ടണം? മെയിൽ ഗാമീറ്റ്സ് കിട്ടണം. ഓക്കെ, അപ്പോൾ ഇവിടെ പരൈറ്റൽ സെല്ലിൻ്റെ കാര്യം വരെ നമ്മൾ പറഞ്ഞു. ഇനി രണ്ടാമത്തെ പോർഷൻ, കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യത്തിൻ്റെ കണ്ടിന്യൂവേഷനാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഓർമ്മിച്ച് വയ്ക്കണം. കാരണം ഇതൊരു ഒറ്റ ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാം, മാത്രമല്ല ഇതിന്ന് സ്പ്ലിറ്റ് ചെയ്തും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഓരോ പോയിന്റും 1 by 1 ആയിട്ട് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതിൻ്റെ ബാക്കിയാണ് പറയാൻ പോകുന്നത്, ശ്രദ്ധിക്കുക. ഓക്കെ, സോ രണ്ടാമത്തെ പോർഷനിൽ നമുക്ക് 2 സെൽഡ് സ്റ്റേജിലാണ് വന്നത് അല്ലേ. ഒരു ഔട്ടർ പരൈറ്റൽ സെല്ലായിട്ടും ഇന്നർ സ്പോറോജീനസ് സെല്ലായിട്ടും. അതിൽ ഔട്ടർ സെല്ലിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയാനുള്ളത് ഇന്നർ സെല്ലിൻ്റെ കാര്യമാണ്. അതിൽ ഈ ഇന്നർ സ്പോറോജീനസ് സെൽ എന്ന് പറയുന്നത് ഡയറക്ട്ലി ഓർ ആഫ്റ്റർ ഡിവിഷൻ, ഒന്നുകിൽ ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഡിവിഷന് ശേഷം ഇറ്റ് ഫങ്ഷൻസ് ആസ് മൈക്രോസ്പോർ മദർ സെൽ. നമ്മൾ ഡെഫിനേഷനിൽ പറഞ്ഞു, മൈക്രോസ്പോർസ് ഡെവലപ്പ് ചെയ്യുന്ന എവിടെ നിന്നാണ്? മൈക്രോസ്പോർ മദർ സെല്ലിൽ നിന്നാണ് അല്ലേ. അപ്പോൾ ദ പ്രൈമറി സ്പോറോജീനസ് സെൽ ഡയറക്ട്ലി ഓർ ആഫ്റ്റർ ഡിവിഷൻ ഫങ്ഷൻസ് ആസ് മൈക്രോസ്പോർ മദർ സെൽ. ഈ മൈക്രോസ്പോർ മദർ സെൽ എന്ന് പറയുന്നത് അതിൻ്റെ പ്ലോയിഡ് എന്താണെന്ന് വെച്ചാൽ അത് ഡിപ്ലോയിഡ് ആണ്. ഡിപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ 2n അല്ലേ. അപ്പോൾ മൈക്രോസ്പോർ മദർ സെല്ലിൽ നിന്നാണ് മൈക്രോസ്പോർസ് അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസ് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ദ ഇന്നർ പ്രൈമറി സ്പോറോജീനസ് സെൽ ഡയറക്ട്ലി ഓർ ആഫ്റ്റർ ഡിവിഷൻ ഫങ്ഷൻസ് ആസ് മൈക്രോസ്പോർ മദർ സെൽ ആൻഡ് ഇറ്റ് ഈസ് ഡിപ്ലോയിഡ് ഇൻ നേച്ചർ. അപ്പോൾ ഡിപ്ലോയിഡ് ആയിട്ടുള്ള മൈക്രോസ്പോർ മദർ സെൽ എന്ന് പറയുന്നത് ഇറ്റ് അണ്ടർഗോ റിഡക്ഷൻ ഡിവിഷൻ അല്ലെങ്കിൽ മിയോസിസ്. ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച കാര്യമാണ്. ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പോർസ് ഫോം ചെയ്യണമെങ്കിൽ അവിടെ നടക്കുന്ന ഡിവിഷൻ ഏതായിരിക്കും? മിയോട്ടിക് ഡിവിഷൻ ആയിരിക്കും അല്ലേ. സോ ദ ഡിപ്ലോയിഡ് മൈക്രോസ്പോർ മദർ സെൽ അണ്ടർഗോ റിഡക്ഷൻ ഡിവിഷൻ ഓർ മിയോസിസ് ടു ഫോം 4 ഹാപ്ലോയിഡ് മൈക്രോസ്പോർസ്. അതായത് ഡിപ്ലോയിഡ് ആയിട്ടുള്ള മൈക്രോസ്പോർ മദർ സെല്ല് റിഡക്ഷൻ ഡിവിഷൻ നടക്കുമ്പോൾ അവിടെ 4 ഹാപ്ലോയിഡ് ആയിട്ടുള്ള മൈക്രോസ്പോർസ് ഫോം ചെയ്യും. ഈ സ്റ്റേജിനെ അല്ലെങ്കിൽ ഇതിനെ നമ്മളൊരു പേര് വിളിക്കും മൈക്രോസ്പോർ ടെട്രാഡ്. ടെട്രാ മീൻസ് 4, മൈക്രോസ്പോർ ടെട്രാഡ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ദ സ്പോറോജീനസ് സെൽ ഡയറക്ട്ലി ഓർ ആഫ്റ്റർ ഡിവിഷൻ ഫങ്ഷൻസ് ആസ് മൈക്രോസ്പോർ മദർ സെൽ ആൻഡ് ഇറ്റ് ഈസ് ഡിപ്ലോയിഡ് ഇൻ നേച്ചർ. ഇറ്റ് അണ്ടർഗോ റിഡക്ഷൻ ഡിവിഷൻ ഓർ മിയോസിസ് ടു ഫോം 4 ഹാപ്ലോയിഡ് മൈക്രോസ്പോർസ് ആൻഡ് ദ സ്റ്റേജ് ഈസ് കോൾഡ് മൈക്രോസ്പോർ ടെട്രാഡ്. അപ്പോൾ നമുക്ക് വേണ്ട കാര്യം എന്താ ഇവിടെ കിട്ടിയിട്ടുണ്ട്? എന്താണ്?
പോളൻ ഗ്രെയിൻസ് അല്ലെങ്കിൽ മൈക്രോസ്പോർസ് കിട്ടി അല്ലേ. മൈക്രോസ്പോർ മദർസിൽ നിന്ന് മൈക്രോസ്പോർസ് ഡെവലപ്പ് ചെയ്യുന്ന പ്രോസസ്സ്, അതാണല്ലോ മൈക്രോസ്പോറോജനസിസ്. ഇത് മെയിൽ ഗാമീറ്റോഫൈറ്റ് ആയതുകൊണ്ട് ഇതിനകത്ത് ഇനി എങ്ങനെയാണ് മെയിൽ ഗാമീറ്റ് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് പറയണം. അത്രയാകുമ്പോൾ ഇത് കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേജിനെ നമ്മൾ വിളിക്കുന്ന പേര് മൈക്രോസ്പോർ ടെട്രാഡ് എന്നാണ്. ഇനി അങ്ങനെയുള്ള ഒരു മെച്യൂർ പോളൻ ഗ്രെയിൻ എടുത്താൽ ആ മെച്യൂർ പോളൻ ഗ്രെയിൻ്റെ സ്ട്രക്ചർ എന്തായിരിക്കും? ഒരു മെച്യൂർ പോളൻ ഗ്രെയിന് പ്രധാനമായിട്ടും 2 വോൾ ലെയേഴ്സ് ആണ് കാണപ്പെടുന്നത്. എ മെച്യൂർ പോളൻ ഗ്രെയിൻ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 wall layers. ഏതൊക്കെയാണ്? The outer layer is called exine, exine, and inner layer is called intine. Exine എന്നും intine എന്നും പറയുന്ന 2 wall layer ആണ് ഒരു മെച്യൂർ പോളൻ ഗ്രെയിന് ഉള്ളത്. So a mature pollen grain it consists of 2 wall layers. Outer layer is called exine and inner layer is called intine. ഇതിൽ ഈ ഔട്ടർ ലെയർ എക്സൈൻ എന്ന് പറയുന്ന ഔട്ടർ ലെയർ ഇറ്റ് കമ്പോസ്ഡ് ഓഫ് എ കോംപ്ലെക്സ് ഇൻഡിസ്ട്രക്റ്റബിൾ സബ്സ്റ്റൻസ്. മീൻസ് അതായത് വളരെ പെട്ടെന്ന് നശിപ്പിക്കപ്പെടാത്ത വളരെ സങ്കീർണമായിട്ടുള്ള ഒരു സബ്സ്റ്റൻസ്. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണത്. ദ ഔട്ടർ ലെയർ കമ്പോസ്ഡ് ഓഫ് എ കോംപ്ലെക്സ് ഇൻഡിസ്ട്രക്റ്റബിൾ സബ്സ്റ്റൻസ്. എന്താണ് ആ സബ്സ്റ്റൻസിൻ്റെ പേര്? അതിൻ്റെ പേര് സ്പോറോപൊളിനിൻ എന്നാണ്. SPOROPOLLININE സ്പോറോപൊളിനിൻ. The outer layer of exine composed of a complex indestructible substance called sporopollenin. അതായത് അത് വളരെ പെട്ടെന്നൊന്നും എന്ത് ചെയ്യില്ല, കാരണം ഇത് ഗമീറ്റ്സ് ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ അതിനെ വളരെയധികം പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതുണ്ട് അല്ലേ. അപ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ പുറമേ ആയിട്ട് കാണപ്പെടുന്ന എക്സൈൻ എന്ന് പറയുന്ന ലെയർ കമ്പോസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കോംപ്ലെക്സ് ഇൻഡിസ്ട്രക്റ്റബിൾ സബ്സ്റ്റൻസ് ആണ് എന്താ സ്പോറോപൊളിനിൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. ഇനി ദ ഇന്നർ ലെയർ നമ്മൾ പറഞ്ഞു ഏതാണ്? ഇൻറ്റൈൻ. അത് വളരെ തിന്നായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ലെയറാണ്. അതായത് ഈ തിൻ ഏരിയ എക്സൈൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു എന്താണ്, കോംപ്ലെക്സ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് സ്പോറോപൊളിനിൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞു. എന്നാൽ ഇൻറ്റൈൻ എന്ന് പറയുന്ന സോഫ്റ്റ് ആണ്. ഇനി ഈ എക്സൈൻ എന്ന് പറയുന്ന ഹാർഡ് ആയിട്ടുള്ള കോംപ്ലെക്സ് ആയിട്ടുള്ള ഇൻഡിസ്ട്രക്റ്റബിൾ ആയിട്ടുള്ള ആ ഒരു സബ്സ്റ്റൻസ് കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള എക്സൈന് ഒരു പോർഷൻ, ഒരു ഏരിയ തിന്നാണ്, ഒരു ഭാഗം മാത്രം എന്താണ് തിന്നാണ്. ആ തിൻ ഏരിയയ്ക്ക് നമ്മൾ വിളിക്കുന്ന പേര് ജേം പോർ എന്നാണ്. GERMPOR, ജേം പോർ. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ പോളൻ ഗ്രെയിൻസ് സാധാരണയായിട്ട് സ്റ്റിഗ്മാറ്റിക് സർഫസിൽ വന്ന് വീഴുമല്ലോ. അപ്പോൾ വെൻ ദ പോളൻ ഗ്രെയിൻസ് ഫോൾസ് ഓൺ ദ സ്റ്റിഗ്മാറ്റിക് സർഫസ് ഇറ്റ് സ്വെൽസ്. അതെന്ത് ചെയ്യും? അത് വീർത്ത് വരും. കാരണം അവിടെയുള്ള ഈ സബ്സ്റ്റൻസ് ഒക്കെ ഇത് അബ്സോർബ് ചെയ്യുന്ന സമയത്ത് ഇത് വീർത്ത് വരുമ്പോൾ ഈ ജേം പോർ എന്ന് പറയുന്ന ഏരിയ അങ്ങ് പൊട്ടും, ബ്രേക്ക് ചെയ്യും. ദ ജേം പോർ ഇറ്റ് ബ്രേക്സ്. അത് ബ്രേക്ക് ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള ഇന്നർ ലെയറായ ഇൻറ്റൈൻ ഇറ്റ് കംസ് ഔട്ട് ആസ് പോളൻ ട്യൂബ്. അത് പോളൻ ട്യൂബായിട്ട് താഴേക്ക് വളർന്നു വരും. അതൊരു ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള പോർഷൻ. കാരണം ഈ പോളൻ ട്യൂബിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ ഗമീറ്റ് ട്രാൻസ്ഫർ നടക്കും. ഇതിനകത്തുള്ള മെയിൽ ഗമീറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. ഗമീറ്റ് ട്രാൻസ്ഫറിൽ പോളൻ ട്യൂബിൻ്റെ ആ ഒരു ഇതെന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. സോ ദ ഇന്നർ ലെയർ ഈസ് കോൾഡ് ഇൻറ്റൈൻ ആൻഡ് ഇറ്റ് ഈസ് തിൻ ആൻഡ് സോഫ്റ്റ്. ദ തിൻ ഏരിയ ഓഫ് എക്സൈൻ. എക്സൈൻ സാധാരണ കോംപ്ലെക്സ് ആണ്. അതിൻ്റെ ഒരു ഏരിയ, ദ തിൻ ഏരിയ ഓഫ് എക്സൈൻ it is called jam pore. എന്താണ്? when the pollen grains it falls on the stigmatic surface it swells and അപ്പോൾ the jam pore, thin area ആയ jam pore it breaks and the inner layer intine comes out as എന്തായിട്ട് pollen tube and it makes a passage for the transfer of gametes. ശരിക്കും പറഞ്ഞാൽ ഗമീറ്റ്സിൻ്റെ ട്രാൻസ്ഫറിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പാസേജ് അല്ലെങ്കിൽ ഒരു പാത്താണ്, ഒരു വഴിയാണ് ശരിക്കും പറഞ്ഞാൽ എന്തെന്ന് പറയുന്നത് പോളൻ ട്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് പോളൻ ഗ്രെയിൻസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. കഴിഞ്ഞു. ഇനി ഒരു കാര്യം കൂടെ ആകുമ്പോൾ നമ്മുടെ മൈക്രോസ്പോറോജനസിസ് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മെച്യൂർ പോളൻ ഗ്രെയിൻസിൻ്റെ ഇന്നർ സൈഡ്, അതായത് ഉൾഭാഗത്തായിട്ട് നമ്മൾ ആദ്യമേ പറഞ്ഞു സൈറ്റോപ്ലാസം കാണാൻ പറ്റും എന്ന് പറഞ്ഞു അല്ലേ. സോ ദ സൈറ്റോപ്ലാസം ഓഫ് മെച്യൂർ പോളൻ ഗ്രെയിൻ ദറ്റ് അൺഈക്വലി ഡിവൈഡ്സ്. അത് തുല്യമല്ലാത്ത ഡിവിഷന് വിധേയമാകുന്നു. അൺഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ട് ഒരു ലാർജ് വെജിറ്റേറ്റീവ് സെല്ലും ഒരു സ്മോൾ ജനറേറ്റീവ് സെല്ലും ഫോംസ് ചെയ്യും. ദർ ഫോംസ് എ ലാർജ് വെജിറ്റേറ്റീവ് സെൽ ആൻഡ് എ സ്മോൾ ജനറേറ്റീവ് സെൽസ്. ഇപ്പോൾ സാധാരണയായിട്ട് പോളൻ
പോളൻഡെയിൻസ് ലിബറേറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന 2 സെൽഡ് സ്റ്റേജിലാണ്. സാധാരണ പ്ലാന്റ്സിലൊക്കെ നോർമലി പോളൻഡെയിൻസ് ലിബറേറ്റ് ചെയ്യുന്ന ഈ പറയുന്ന വെജിറ്റേറ്റീവ് സെൽ അതുപോലെ തന്നെ ജനറേറ്റീവ് സെൽ എന്ന് പറയുന്ന 2 സെൽഡ് സ്റ്റേജിലാണ്. എന്നാൽ ഇൻ സം ഓഫ് ദ പ്ലാന്റ്സ്, ഈ ചില പ്ലാന്റ്സിൽ ഈ ചെറിയ ജനറേറ്റീവ് സെല്ല് മൈറ്റോട്ടിക് ഡിവിഷന് വിധേയമായി കഴിഞ്ഞാൽ അവിടെ 2 മെയിൽ ഗമേറ്റ്സ് ഉണ്ടാവും. മനസ്സിലായല്ലോ. ഇൻ സം ഓഫ് ദ പ്ലാന്റ്സ് ദ സ്മോൾ ജനറേറ്റീവ് സെൽ അണ്ടർഗോ മൈറ്റോട്ടിക് ഡിവിഷൻ ടു ഫോം 2 മെയിൽ ഗമേറ്റ്സ്. അവിടെ 2 മെയിൽ ഗമേറ്റ് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ആൻജിയോസ്പേംസിൽ മെയിൽ ഗാമെറ്റോഫൈറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. അല്ലെങ്കിൽ ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്ന മൈക്രോസ്പൊറോജനസിസ്. അപ്പോൾ അവസാനം പറഞ്ഞ എന്താണ്? The cytoplasm of mature pollen grain unequally divides to form a large vegetative cell and a small generative cell. Normally, the pollen grains are liberated in this 2-celled stage, but in some of the plants, the small generative cell undergo mitotic division and that resulting the formation of 2 male gametes. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് മൈക്രോസ്പൊറോജനസിസ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ഓഫ് മെയിൽ ഗാമെറ്റോഫൈറ്റ് ഇൻ ആൻജിയോസ്പേംസിൽ പറയാനുള്ളത്. ശ്രദ്ധിച്ച് പഠിക്കണം. The process of microspores or pollen grains from the microspore mother cell within the anther of a stamen is called microsporogenesis. എന്തുകൊണ്ടാണ് നമ്മളിവിടെ മൈക്രോസ്പോർസിനെ കുറിച്ച് പറയുന്നത്? കാരണം മൈക്രോസ്പോർസ് ആർ ദ മെയിൽ ഗാമെറ്റോഫൈറ്റ് ഓഫ് ആൻജിയോസ്പേംസ്. അതിനുശേഷം ഈ പറയുന്ന പോളൻ ഗ്രെയിൻസിൻ്റെ അല്ലെങ്കിൽ എന്താണ് ഈ പിന്നെ സ്റ്റേമൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് പറയുക. അവിടെ ആന്തറും ഫിലമെൻറ്റും കണക്റ്റീവ് ഉണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം ആന്തർ ഡൈത്തേക്കസ് ആയിട്ടുള്ള ആന്തറിനെ കുറിച്ച് പറയുന്നു. അതിനുശേഷം ആർക്കിസ്പോറിയൽ സെല്ല് ഡെവലപ്പ് ചെയ്യുന്ന കാര്യം പറയുന്നു. ഈ ആർക്കിസ്പോറിയൽ സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് പരൈറ്റൽ സെല്ലായിട്ടും സ്പോറോജീനസ് സെല്ലായിട്ടും മാറുന്നു. ഇതിൽ പരൈറ്റൽ സെൽ ആന്തറിൻ്റെ വോൾ ലെയർ ആയിട്ടും ആന്തറിന് 4 വോൾ ലെയർ ഉണ്ട്. ഏതൊക്കെയാണ്? എപ്പിഡെർമിസ്, എൻഡോത്തീസിയം, മിഡിൽ ലെയർ, ടപ്പീറ്റം അല്ലേ. അതിനുശേഷം ഈ സ്പോറോജീനസ് സെൽ എന്തായിട്ട് മൈക്രോസ്പോർ മദർ സെല്ലായിട്ട് ഫംഗ്ഷൻ ചെയ്യും. ആ ഡിപ്ലോയിഡ് ആയിട്ടുള്ള മൈക്രോസ്പോർ മദർ സെല്ല് റിഡക്ഷൻ ഡിവിഷൻ നടക്കുമ്പോൾ 4 ഹാപ്ലോയിഡ് മൈക്രോസ്പോർസ് ആയിട്ട് മാറും. അതിന് നമ്മൾ മൈക്രോസ്പോർ ടെട്രാഡ് എന്ന് പറയും. ഇനി ഈ പോളൻ ഗ്രെയിൻസിന് 2 വോൾ ലെയേഴ്സ് ഏതൊക്കെയാണ്? ഔട്ടർ ലെയർ എക്സൈനും ഇന്നർ ലെയർ ഇൻറ്റോയിനും. എക്സൈൻ കമ്പോസ് ചെയ്യപ്പെട്ടിട്ടുള്ള കോംപ്ലക്സ് സബ്സ്റ്റൻസിൻ്റെ പേര് സ്പോറോപൊളിനിൻ. ഇനി അതുപോലെ തന്നെ എക്സൈൻ്റെ തിൻ ഏരിയയ്ക്ക് വിളിക്കുന്ന പേര് ജേംപോർ. ഇത് പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മാറ്റിക് സർഫസിൽ വന്ന് വീഴുമ്പോൾ സ്വെല്ല് ചെയ്തിട്ട് അവിടെ ജേംപോർ ബ്രേക്ക് ചെയ്ത് എന്താ ഇന്നർ ലെയർ ഇൻറ്റോയിൻ ഇറ്റ് കംസ് ഔട്ട് ആസ് പോളൻ ട്യൂബ്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ എന്തെന്ന് പറയുന്ന ഒരു പാസേജ് എന്ന് പറയുന്നത് അല്ലേ, അല്ലെങ്കിൽ ഒരു വഴി എന്ന് പറയുന്നത്. മാത്രമല്ല ഈ പോളൻ ഗ്രെയിൻസിൻ്റെ സൈറ്റോപ്ലാസം അൺഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു ലാർജ് വെജിറ്റേറ്റീവ് സെല്ലായിട്ടും സ്മോൾ ജനറേറ്റീവ് സെല്ലായിട്ട് മാറും. നോർമലി പോളൻ ഗ്രെയിൻസ് ലിബറേറ്റ് ചെയ്യുന്ന 2-celled സ്റ്റേജിലാണെന്ന് പറഞ്ഞു. ബട്ട് ഇൻ സം ഓഫ് ദ പ്ലാന്റ്സ് ദ സ്മോൾ ജനറേറ്റീവ് സെൽ അണ്ടർഗോ മൈറ്റോട്ടിക് ഡിവിഷൻ ടു ഫോം 2 മെയിൽ ഗാമീറ്റ്സ്. അപ്പോൾ ഇതാണ് മൈക്രോസ്പോറോജനസിസ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ഓഫ് മെയിൽ ഗാമെറ്റോഫൈറ്റ് എന്ന് പറയുന്നത്. ശ്രദ്ധിച്ച് പഠിക്കണം. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ കിട്ടുന്നതാണ്. ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ കിട്ടുന്നുണ്ട്, ഷോർട്ട് ക്വസ്റ്റ്യൻ കിട്ടുന്നുണ്ട്, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. വളരെ ശ്രദ്ധിച്ച് പഠിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കൃത്യമായിട്ടും അത് ക്ലിയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി ഇതിൽ ഒരു കാര്യം അഡീഷണലായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിക്കാൻ പറ്റുന്ന ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണിത്. ഡിഫൈൻ പോളൻ അലർജി. എന്താണ് പോളൻ അലർജി എന്ന് ചോദിക്കും. അതായത് നമ്മൾ പോളൻ ഗ്രെയിൻസ് എന്ന് പറയുന്നത് നമ്മൾ മിക്കവാറുള്ള സ്പീഷീസുകളൊക്കെ എടുക്കുമ്പോൾ ആ പോളൻ ഗ്രെയിൻസ് എന്ന് പറയുന്നത് ചില സ്പീഷീസ് ദ പോളൻ ഗ്രെയിൻസ് ഓഫ് സം ഓഫ് ദ സ്പീഷീസ് ദറ്റ് മേ കോസസ് സിവിയർ പ്രോബ്ലംസ് ആൻഡ് റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ് ലൈക്ക് ആസ്മ, ബ്രോങ്കൈറ്റിസ് എക്സെട്ര. ചില പ്ലാന്റ്സിൻ്റെയൊക്കെ പോളൻ ഗ്രെയിൻസ് ചില ആൾക്കാരിൽ അലർജി, ചില പ്രത്യേകമായിട്ടുള്ള ആസ്മയോ അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഡിസോർഡേഴ്സോ ബ്രോങ്കൈറ്റിസോ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കാനായിട്ട് കാരണമാകും. അപ്പോൾ അതിനെയാണ് നമ്മൾ പോളൻ അലർജി എന്ന് പറയുന്നത്. The pollen grains of some of the species that may cause severe respiratory problems like asthma, bronchitis, etc. and it is called pollen allergy. അത് ഓർമ്മിച്ചോണം. അതുപോലെ തന്നെ ഈ പോളൻ ഗ്രെയിൻസിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റിച്ച് ഇൻ ന്യൂട്രിയൻസ്. ഒരുപാട് ന്യൂട്രിറ്റീവ് സബ്സ്റ്റൻസസ് ഉള്ളതാണ് ഈ പോളൻ ഗ്രെയിൻ എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ഈ പോളൻ ഗ്രെയിൻസിനെ തന്നെ ഇപ്പോൾ പല രൂപത്തിൽ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ് in the form of pollen syrup, pollen tablets, etc. ഈ പോളൻ ഗ്രെയിൻസിൻ്റെ ന്യൂട്രിറ്റീവ് വാല്യൂ ഉള്ളത് കൊണ്ട് തന്നെ പോളൻ ഗ്രെയിൻസിന് അത്രത്തോളം ന്യൂട്രിറ്റീവ് വാല്യൂ ഉള്ളത് കൊണ്ട് തന്നെ ഈ പോളൻ ഗ്രെയിൻസിനെ നമുക്ക് മാർക്കറ്റിൽ പോളൻ സിറപ്പായിട്ടും പോളൻ ടാബ്ലറ്റ്സ് ആയിട്ടും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതെന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നത് ദ പോളൻ കൺസംഷൻ. ഈ പോളൻ ഗ്രെയിൻസിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ഇറ്റ് മേ ഇൻക്രീസസ് ദ പെർഫോമൻസ് ഓഫ് അത്ലറ്റ്സ്. കായിക താരങ്ങളുടെയും മറ്റുമൊക്കെ പെർഫോമൻസ്
പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പിന്നെ എബിലിറ്റി ഇതിനുണ്ട്. അല്ലെങ്കിൽ റൈസിങ് ഹോഴ്സസ്, ഈ മത്സരത്തിനൊക്കെ ഉപയോഗിക്കുന്ന കുതിരകളുണ്ടല്ലോ, അതിൻ്റെയൊക്കെ പെർഫോമൻസ്, അത്ലറ്റ്സിൻ്റെയും റൈസിങ് ഹോഴ്സസിൻ്റെയും ഒക്കെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോളൻ ഗ്രെയിൻസ് സഹായിക്കുന്നു, അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസിൽ നിന്ന് കിട്ടുന്ന പ്രോഡക്ട്സ് സഹായിക്കുന്നു എന്ന് പിന്നെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരം പ്രോഡക്ട്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോളൻ പ്രോഡക്ട്സ്. അപ്പോൾ ദ പോളൻ ഗ്രെയിൻസ് ആർ റിച്ച് ഇൻ ന്യൂട്രിയൻസ് ആൻഡ് ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ് ഇൻ ദ ഫോം ഓഫ് പോളൻ സിറപ്പ്, പോളൻ ടാബ്ലറ്റ്സ് എക്സെട്ര, ആൻഡ് ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ദ പോളൻ കൺസംഷൻ മേ ഇൻക്രീസസ് ദ പെർഫോമൻസ് ഓഫ് അത്ലറ്റ്സ്, റൈസിംഗ് ഹോഴ്സസ് എക്സെട്ര. ദ പ്രോഡക്ട്സ് ഒബ്റ്റൈൻഡ് ഫ്രം പോളൻസ് ആൻഡ് ദേ ആർ കോൾഡ് പോളൻ പ്രോഡക്ട്സ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പോളൻ പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഓർമ്മിക്കാം. ഓക്കെ, ഇനി ഈ പോളൻ ഗ്രെയിൻസ് സാധാരണ ഒരു പ്ലാന്റിൽ നിന്ന് ലിബറേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് ഒരു മറ്റൊന്നിൻ്റെ സ്റ്റിഗ്മാറ്റിക് സർഫസിലേക്ക് വന്ന് വീഴുമ്പോൾ അതിൻ്റെ വയബിലിറ്റി, അതായത് വയബിലിറ്റി എന്ന് പറഞ്ഞാൽ എത്രത്തോളം സമയം അത് ആ ഒരു ഫ്യൂഷൻ പ്രോസസ്സിന് പിന്നെ റെഡിയായിരിക്കും എന്നുള്ളതാണ്. അതായത് ദ വയബിലിറ്റി ഓഫ് പോളൻ ഗ്രെയിൻ ഡിപ്പെൻഡ്സ് ഓൺ ദ പ്ലാന്റ് വെറൈറ്റീസ്. ഇപ്പോൾ എല്ലാ പ്ലാന്റ്സിലും വയബിലിറ്റി എന്ന് പറയുന്ന അതിൻ്റെ ആ ഒരു ഫ്യൂഷനുള്ള ആ ഒരു എബിലിറ്റി എന്ന് പറയുന്ന ഒരേപോലെ ആയിരിക്കണമെന്നില്ല. അപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇൻ സം ഓഫ് ദി സെറിൽസ്, ചില ധാന്യങ്ങൾ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പോളൻ ഗ്രെയിൻസിൻ്റെ വയബിലിറ്റി എന്ന് പറഞ്ഞാൽ വെറും മിനിറ്റുകളായിരിക്കും. എന്ന് വെച്ചാൽ അത് വന്ന് വീണ് ഇത്ര മിനിറ്റിനകത്ത് വെച്ച് ഫ്യൂഷൻ നടക്കുകയാണെങ്കിൽ മാത്രമേ എഫക്റ്റീവായിട്ട് ഫെർട്ടിലൈസേഷൻ നടക്കൂ. അത് കഴിഞ്ഞാൽ ദേ ലോസ് ദെയർ വയബിലിറ്റി. ഇനി ചില നമ്മളിപ്പോൾ സൊളനേസി, അതുപോലെ ലെഗുമിനേസി അല്ലെങ്കിൽ റോസേസി തുടങ്ങിയിട്ടുള്ള ചില ഫാമിലികളുണ്ട്. സൊളനേസി നമ്മുടെ ചുണ്ട ഒക്കെ വരുന്നുണ്ട്, അതുപോലെ ഈ പയറുവർഗത്തിൽപ്പെട്ട ചെടികൾ വരുന്ന ഫാമിലിയുണ്ട്, അതുപോലെ റോസേസി എന്നാണ് ആ ഫാമിലി. അപ്പോൾ ഇതിലൊക്കെ ആണെങ്കിൽ ഇൻ സച്ച് പ്ലാന്റ്സ് ദ പോളൻ ഗ്രെയിൻസ് ദേ മെയിൻറ്റെയിൻസ് ദെയർ വയബിലിറ്റി ഫോർ മന്ത്സ്. അപ്പോൾ ഈ പ്ലാന്റ്സിൽ അപ്പോൾ ആലോചിക്കുക, ആദ്യം ഞാൻ പറഞ്ഞ ചില ധാന്യങ്ങളിലാണെങ്കിൽ മിനിറ്റുകൾ മാത്രമാണ് പോളൻ ഗ്രെയിൻസിൻ്റെ വയബിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ പറഞ്ഞ പ്ലാന്റ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിലോ ദേ മെയിൻറ്റെയിൻ ദെയർ വയബിലിറ്റി ഫോർ മന്ത്സ്. മനസ്സിലായല്ലോ. ഇനി മറ്റ് വേറെ ചില വെറൈറ്റി ഓഫ് പ്ലാന്റ്സിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വർഷങ്ങളെന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷം ഇല്ലെങ്കിൽ തന്നെയും ഈ പറയുന്ന മാസങ്ങളെക്കാളും കുറച്ച് അധികം മാസങ്ങളായിരിക്കും അതിൻ്റെ വയബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഓരോ പ്ലാന്റ്സിലും അതിൻ്റെ വയബിലിറ്റി എന്ന് പറയുന്നത് പ്രത്യേകമായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പോളൻ ഗ്രെയിൻ, അപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ വയബിലിറ്റി നഷ്ടപ്പെടുന്നത്? കാരണം അത് വന്ന് വീണ് എത്ര സമയം വരെ മാത്രമേ അതിന് ആ ഒരു കണ്ടീഷനിൽ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു കണ്ടീഷൻ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് കൊടുത്താലോ നമുക്ക് വയബിലിറ്റി എന്ത് ചെയ്യാൻ പറ്റും? എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും അല്ലേ? ഇപ്പോൾ വന്ന് വീണ് ഇപ്പോൾ 5 മിനിറ്റിനകത്ത് വെച്ചാൽ അതിൻ്റെ വയബിലിറ്റി നഷ്ടപ്പെടുമെന്ന് വെച്ചാൽ 5 മിനിറ്റ് വരെ മാത്രമേ ആ ഒരു എൻവിയോൺമെൻറ്റൽ കണ്ടീഷൻസുമായിട്ട് അതിന് സർവൈവ് ചെയ്ത് പോകാൻ പറ്റൂ, അല്ലെങ്കിൽ അതിന് മെയിൻറ്റെയിൻ ചെയ്യാൻ, അതിൻ്റെ ഒരു വയബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ വയബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന കണ്ടീഷൻസ് നമ്മൾ അതേപോലെ ആർട്ടിഫിഷ്യലായിട്ട് ഒരുക്കി കൊടുത്താൽ എന്താ സംഭവിക്കുക? അതിൻ്റെ ആ ഒരു വയബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു പീരീഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ ഈ പോളൻ ഗ്രെയിൻസിനെ ദേ ആർ ആർട്ടിഫിഷ്യലി കളക്റ്റഡ് and preserved in liquid nitrogen at a temperature of -196 degrees Celsius. അപ്പോൾ ഇങ്ങനെ പോളൻ ഗ്രെയിൻസ് സൂക്ഷിച്ചു വെക്കുന്നതിന് നമ്മൾ പറയുന്നത് ദീസ് പോളൻ ഗ്രെയിൻസ് ആർ കെപ്റ്റ് ഇൻ പോളൻ ബാങ്ക്സ്. ഇതിനെയാണ് നമ്മൾ പോളൻ ബാങ്ക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പറഞ്ഞത്? ദ വയബിലിറ്റി ഓഫ് പോളൻ ഗ്രെയിൻസ് ദേ ഡിപ്പെൻഡ്സ് ഓൺ ദ പ്ലാന്റ് വെറൈറ്റീസ്. അത് ആ പ്ലാന്റ് വെറൈറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. ചിലതിലാണെന്നുണ്ടെങ്കിൽ മിനിറ്റ്സ് ആയിരിക്കും, ചിലതിലാണെന്നുണ്ടെങ്കിൽ അവേഴ്സ് ആയിരിക്കും, ചിലതിലാണെന്നുണ്ടെങ്കിൽ ഡേയ്സ് ആയിരിക്കും, ചിലതിലാണെന്നുണ്ടെങ്കിൽ മന്ത്സ് ആയിരിക്കും. So these pollen grains are artificially collected and preserved in liquid nitrogen at a temperature of -196 degrees Celsius. എന്ന് വെച്ചാൽ ആ വയബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ടെമ്പറേച്ചറും ബാക്കിയുള്ള കണ്ടീഷൻസും ഒക്കെ ആർട്ടിഫിഷ്യലായിട്ട് കൊടുക്കും. അപ്പം അത് അങ്ങനെ പോളൻ ഗ്രെയിൻസിനെ കെപ്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് പോളൻ ബാങ്ക്സ്. ഇങ്ങനെ സ്റ്റോർ ചെയ്തെടുക്കപ്പെടുന്ന അല്ലെങ്കിൽ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കപ്പെടുന്ന പോളൻ ബാങ്ക്സിനെ നമുക്ക് പിന്നീട് ഉപയോഗിക്കാം. എന്താണ്? ഫോർ ക്രോപ്പ് ബ്രീഡിംഗ് പ്രോഗ്രാംസ്. അതായത് ആർട്ടിഫിഷ്യലായിട്ട് പ്ലാന്റ്സിനെ കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. മനസ്സിലായാലും അവസാനം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മിക്കുക. പ്രോഡക്റ്റ് പോളൻ അലർജി. മനസ്സിലായല്ലോ? പോളൻ അലർജി, പോളൻ പ്രോഡക്ട്സ് ആൻഡ് പോളൻ ബാങ്ക്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിൽ ഗാമെറ്റോഫൈറ്റിന്റെ ഡെവലപ്മെന്റിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. മൈക്രോസ്പെറോജനസിസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കൂടാതെ ഞാനിപ്പോൾ അവസാനം പറഞ്ഞ പോളൻ പ്രോഡക്ട്സും പോളൻ അലർജി, പോളൻ ബാങ്ക്സും, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിൽ ഗാമെറ്റോഫൈറ്റിന്റെ ഡെവലപ്മെന്റിൽ വരുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇതിന്റെ അടുത്ത ടോപ്പിക് ആയിട്ടുള്ള ഇതേപോലെ തന്നെ ഫീമെയിൽ ഗാമെറ്റോഫൈറ്റ്. അതായത് മെയിൽ ഗാമീറ്റ് മാത്രം പോരല്ലോ, ഫീമെയിൽ ഗാമീറ്റ് ഡെവലപ്പ് ചെയ്താലേ അവർ എഫക്റ്റീവായിട്ട് ഫെർട്ടിലൈസേഷൻ നടക്കും. അപ്പൊ എങ്ങനെയാണ് മെയിൽ ഗാമീറ്റ് ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ മൈക്രോസ്പൊറോജനസിസിൽ പറഞ്ഞു. അതുപോലെ ഫീമെയിൽ ഗാമീറ്റ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത്.
മെഗാസ്പോറോജനസിസ് എന്ന് പറയും. അപ്പോൾ ആദ്യം മൈക്രോസ്പോറോജനസിസ് നന്നായിട്ട് പഠിക്കുക. അതിനുശേഷം നമുക്ക് രണ്ടാമത്തെ ടോപ്പിക്കിലേക്ക് പോകാം. സംശയങ്ങളുള്ളവർ കൃത്യമായിട്ട് അത് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം മാത്രമേ അടുത്ത ടോപ്പിക്കിലേക്ക് പോകൂ. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. പരീക്ഷയ്ക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടുന്ന ഒരു ടോപ്പിക്കാണ്. ശ്രദ്ധിച്ച് പഠിക്കുക. ഇതിലെ സംശയങ്ങളെല്ലാം തീർത്തിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക്, അതായത് രണ്ടാമത്തെ ടോപ്പിക്കിലേക്ക് പോവാം. അടുത്ത ക്ലാസ്സിൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.